ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ദുബായിൽ വ്യോമാഭ്യാസത്തിനിടെ ഇന്ത്യൻ യുദ്ധവിമാനം തേജസ് തകർന്നു വീണ പൈലറ്റിന് വീരമൃത്യു. ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള വിംഗ് കമാൻഡർ നമാൻ ശ്യാൽ ആണ് മരിച്ചത്. അൽ മക്തൂം വിമാനത്താവളത്തിനടുത്താണ് അപകടമുണ്ടായത്. സംഭവത്തിൽ വ്യോമസേന ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു. ദുബായ് സമയം ഉച്ചയ്ക്ക് 2:10 ദാരുണമായ അപകടം. ആദ്യ റൗണ്ട് അഭ്യാസ പ്രകടനം പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് അപകടം. അഭ്യാസ പറക്കലിനിടെ അതിവേഗം താഴേക്ക് കൂപ്പുകുത്തി വന്ന വിമാനം നിലത്ത് വീണ തീഗോളമായി മാറുകയായിരുന്നു. ഉടൻ രക്ഷാപ്രവർത്തകർ എത്തി തീയണച്ചു. അപകടത്തിൽ പൈലറ്റ് വീരമൃത്യു വരിച്ചതായി അറിയിച്ച വ്യോമസേന സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടു. 115 രാജ്യങ്ങളിൽ നിന്നായി 200ഓളം വിമാനങ്ങളാണ് ദുബായ് എയർ ഷോയിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തും അഭിമാനവുമാണ് ഏറ്റവും ഭാരം കുറഞ്ഞ ചെറു സൂപ്പർസോണിക് യുദ്ധവിമാനമായ തേജസ്. ഹിന്ദുസ്ഥാൻ ഡെവലപ്മെന്റ് ഏജൻസിയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും സംയുക്തമായി തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനം 2016 ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നത്. 24 ഡൽഹി. തദ്ദേശീയമായി യുദ്ധവിമാനം ഉണ്ടാക്കുക എന്ന ഇന്ത്യൻ സ്വപ്നത്തിന്റെ ശാസ്ത്രാത്കാരമായിരുന്നു HAL തേജസ്. 2003 മുതൽ കഴിഞ്ഞ 22 വർഷങ്ങളായി തേജസ് ഇന്ത്യൻ വ്യോമസേനയുടെ അഭിമാനമായി നിൽക്കുന്നു. ആദ്യമായാണ് അപകടത്തിൽ പൈലറ്റിന് ജീവൻ നഷ്ടമാകുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് തേജസിന്റെ സാങ്കേതിക വിദ്യ അവതരിപ്പിക്കുന്നത്. 2 വർഷങ്ങൾ കൂടി കഴിഞ്ഞ് 2003 പരിഷ്കരിച്ച ഡിസൈനുമായി തേജസിന്റെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് വെഹിക്കിൾ HAL പുറത്തിറക്കി. ശേഷം വീണ്ടും 8 വർഷം കാത്തിരിക്കേണ്ടി വന്നു തേജസ് വ്യോമസേനയ്ക്ക് കൈമാറാൻ. 2011 ആയുധങ്ങളില്ലാതെ ഉപയോഗിക്കാനുള്ള അനുമതി വ്യോമസേനയ്ക്ക് ലഭിച്ചു. ശേഷം 2015 ജനുവരി 17 ആദ്യത്തെ സ്ക്വാഡ്രൺ വ്യോമസേനയ്ക്ക് നൽകി. 45 വിമാനങ്ങളായിരുന്നു സ്ക്വാഡ്രണിൽ ഉണ്ടായിരുന്നത്. 2016 ജൂലൈയിൽ ആദ്യ സ്ക്വാഡ്രൺ പൂർണ്ണമായും പ്രവർത്തന സജ്ജമായി. ആയുധങ്ങൾ ഉൾപ്പെടെ വഹിക്കാൻ സാധിക്കുന്ന തരത്തിൽ പരിഷ്കരിച്ച തേജസിനെ 2019 HAL അവതരിപ്പിച്ചു. ഡെൽറ്റ വിംഗ് ഫൈറ്റർ പ്രത്യേകതകളും പ്രാദേശികമായി വികസിപ്പിച്ചെടുത്ത രൂപകൽപ്പനയുമാണ് തേജസിന്റെ പ്രത്യേകത. മാർക്ക് 1 എന്ന ആദ്യത്തെ വേരിയന്റ് പിന്നീട് മാർക്ക് 1A എന്ന വേരിയന്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളാണ് പുതിയ വേരിയന്റിന്റെ പ്രത്യേകത. ഇന്ത്യയിൽ വികസിപ്പിച്ച വിമാനമാണെങ്കിലും തേജസിന്റെ എഞ്ചിൻ വിദേശിയാണ്. ഏറ്റവും പുതിയ വേരിയന്റിനായി എയർഫോഴ്സ് കാത്തിരിക്കുമ്പോഴാണ് അപകട വാർത്ത പുറത്തുവരുന്നത്. ഇത് 2ാം തവണയാണ് തേജസ് വിമാനം തകർന്നു വീഴുന്നത്. കഴിഞ്ഞ വർഷം രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ ഒരു ഹോസ്റ്റൽ കോമ്പൗണ്ടിൽ തേജസ് തകർന്നു വീണിരുന്നു. അന്ന് പൈലറ്റ് വിജയകരമായി ഇജക്ട് ചെയ്ത് രക്ഷപ്പെട്ടു. പൈലറ്റിന് രക്ഷപ്പെടാൻ കഴിയാതിരിക്കുന്ന ആദ്യത്തെ അപകടമാണ് ഇന്ന് ദുബായിൽ നടന്നത്. റിസർച്ച് ഡെസ്ക് 24. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ബുദ്ധികേന്ദ്രം A. പത്മകുമാർ എന്ന് പ്രത്യേക അന്വേഷണ സംഘം. പത്മകുമാർ കൂട്ടുപ്രതികളുമായി ഗൂഢാലോചന നടത്തി എന്ന് റിമാൻഡ് റിപ്പോർട്ട്. സ്വർണ്ണപ്പാളിക്ക് പകരം ചെമ്പുപാളി എന്ന് ദേവസ്വം മിനിറ്റ്സിൽ സ്വന്തം കൈപ്പടയിൽ കുറിച്ചു എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ SIT പരിശോധന നടത്തി. ഇതുവരെയുള്ള അന്വേഷണത്തിൽ സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ സൂത്രധാരൻ A. പത്മകുമാർ എന്ന വിലയിരുത്തലിലാണ് SIT അറസ്റ്റിലേക്ക് കടന്നത്. റിമാൻഡ് റിപ്പോർട്ടിൽ പത്മകുമാർ നടത്തിയ ഇടപെടലുകളെക്കുറിച്ച് വ്യക്തമാക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം വിട്ടു നൽകുന്നതിൽ തീരുമാനമെടുക്കുന്ന ദേവസ്വം യോഗത്തിന് മുൻപ് സ്വന്തം കൈപ്പടയിൽ സ്വർണ്ണപ്പാളി ചെമ്പുപാളിയെന്ന് പത്മകുമാർ എഴുതി ചേർത്തു. ദേവസ്വം യോഗത്തിൽ സ്വർണ്ണപ്പാളി കൈമാറുന്നത് വിശദീകരിച്ചതും പത്മകുമാറാണ്. കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തുകയും ദേവസ്വം മാനുവൽ ലംഘിക്കുകയും ചെയ്തു. സ്വർണം അപഹരിക്കുന്നതിന് ഒത്താശ ചെയ്തു. തിരികെ എത്തിച്ചപ്പോൾ ആവശ്യമായ പരിശോധനകൾ നടത്താതെ സ്വർണ്ണക്കൊള്ള ഒളിപ്പിക്കുന്നതിന് കൂട്ടുനിന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ പത്മകുമാറിനെതിരെ SITയുടെ പ്രധാന കണ്ടെത്തലുകൾ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്വർണ്ണക്കൊള്ളയുടെ ആസൂത്രണം തുടങ്ങിയത് ദേവസ്വം തലപ്പത്തെന്നാണ് കണ്ടെത്തൽ. A. പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ശബരിമല സന്നിധാനത്തും ആറന്മുളയിലെ വീട്ടിലും പലതവണ ഗൂഢാലോചന നടത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള വഴി പത്മകുമാർ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്നും കണ്ടെത്തലുണ്ട്. പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ SIT സംഘം തെരച്ചിൽ നടത്തി.
ഉച്ചയ്ക്ക് 12:30 ആരംഭിച്ച പരിശോധന 5 മണിക്കൂറോളം നീണ്ടു. നിർണായകമായ രേഖകൾ SIT പിടിച്ചെടുത്തുവെന്നാണ് സൂചന. അതേസമയം അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം യോഗം ചേർന്ന ശേഷം SIT തീരുമാനിക്കും. ഡിസംബർ 3-നാണ് ഇനി അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുക. 24 പത്തനംതിട്ട, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ A. പത്മകുമാറിനെതിരെ തൽക്കാലം നടപടി വേണ്ടെന്ന് CPIM. കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നതിനു ശേഷം ആവശ്യമെങ്കിൽ നടപടിയെടുക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. സ്വർണ്ണക്കൊള്ളക്കേസിൽ പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യം വിലയിരുത്തിയാണ് ഉടനടി സംഘടനാ നടപടി വേണ്ടെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്. അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾ ഇപ്പോൾ കുറ്റാരോപിതൻ മാത്രമാണെന്ന വിലയിരുത്തലാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിനെതിരെ സംഘടനാ നടപടി സ്വീകരിക്കാത്തത്. വിശദാംശങ്ങൾ പൂർണ്ണമായിട്ട് വരട്ടെ, വന്നതിന് ശേഷം നമുക്ക് നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അന്നേരം അറിയിക്കുക. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് പരിശോധന നടത്തിയിട്ടില്ല. കാരണം ഇതിപ്പോൾ ഒരു പ്രധാനപ്പെട്ട കേസ് നടക്കുകയാണ്. ആ കേസിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന പ്രത്യേക അന്വേഷണത്തെ തുടക്കത്തിൽ തന്നെ സ്വാഗതം ചെയ്ത പാർട്ടിക്ക് പത്മകുമാറിന്റെ അറസ്റ്റ് തിരിച്ചടിയില്ലെന്നാണ് CPM നേതൃത്വത്തിന്റെ നിലപാട്. കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്ന സർക്കാർ പ്രഖ്യാപനം യാഥാർത്ഥ്യമായെന്നാണ് പാർട്ടിയുടെ പ്രതിരോധം. LDF ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ വല്ല വീഴ്ചയും കൂടി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്നാണ്. അതിൻ്റെ മേലെ ആരെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കില്ല. പ്രത്യേക അന്വേഷണ സംഘത്തിലും കോടതിയിലും വിശ്വാസമില്ലാത്ത പ്രതിപക്ഷം CBI അന്വേഷണം ആവശ്യപ്പെട്ടതിനെയും CPIM വിമർശിക്കുന്നു. CBIയിലാണ് വിശ്വാസം, ഹൈക്കോടതിയിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോയവരല്ലേ. ഇപ്പോൾ അന്വേഷണം ശരിയായ വഴിക്ക് വരട്ടെ. ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ ആ നിലപാടിൽ തന്നെ നിൽക്കുന്നു. 24 തിരുവനന്തപുരം. ശരണം സന്നിധാനം. ശരണം സന്നിധാനം കോ-പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. കോ-സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ദേവസ്വം മന്ത്രി VN വാസവൻ സന്നിധാനത്തെത്തി. മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ വിമർശനങ്ങൾക്കിടെയാണ് മന്ത്രിയുടെ സന്ദർശനം. പമ്പയിൽ നാളെ അവലോകന യോഗം ചേരുന്നുണ്ട്. MG പ്രതീഷ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകും. പ്രതീഷ്, ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കിട്ടിയിരുന്നു, ഒരു അവലോകന യോഗം വിളിക്കാൻ മന്ത്രിയെ അനുവദിക്കണമെന്നത്. ആ യോഗം നാളെ പമ്പയിൽ നടക്കുകയാണ്. സന്നിധാനത്ത് എന്തെങ്കിലും ഔദ്യോഗിക പരിപാടികളിൽ ദേവസ്വം മന്ത്രി പങ്കെടുക്കുന്നുണ്ടോ? യോഗങ്ങളോ അങ്ങനെ മറ്റെന്തെങ്കിലും? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉള്ളതിനാൽ ദേവസ്വം മന്ത്രിക്ക് മാത്രമാണ് ആ ഒരു ഇളവ് കിട്ടിയിട്ടുള്ളത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് രാത്രി 10 മണിയോടുകൂടി ദേവസ്വം മന്ത്രി VN വാസവൻ സന്നിധാനത്ത് എത്തിയത്. ഇന്ന് രാത്രി സന്നിധാനത്തായിരിക്കും മന്ത്രി തങ്ങുന്നത്. മന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ രാവിലെ 10:30 പമ്പയിൽ അവലോകന യോഗം നടക്കുന്നത്. പ്രധാനമായും ശബരിമലയിലെ തിരക്ക് നിയന്ത്രണമായിരിക്കും ഈ അവലോകന യോഗത്തിലെ പ്രധാനപ്പെട്ട ചർച്ച. വിവിധ വകുപ്പ് മേധാവികൾ നാളത്തെ അവലോകന യോഗത്തിൽ പങ്കെടുക്കും. ഈ സ്പോട്ട് ബുക്കിങ്ങിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് തിങ്കളാഴ്ച വരെയാണ്. അത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു തിങ്കളാഴ്ച വരെ 5000 പേരെന്ന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടി എന്ത് സ്വീകരിക്കണം, വരും ദിവസങ്ങളിൽ ഏത് തരത്തിലായിരിക്കണം നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നതടക്കമുള്ള കാര്യങ്ങൾ നാളത്തെ അവലോകന യോഗം ചർച്ച ചെയ്യും. ഒപ്പം തന്നെ ഈ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. സന്നിധാനത്തെയും പമ്പയിലെയും ഈ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് വരുന്ന വഴികളിലെയും ഈ മുന്നൊരുക്കങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ മന്ത്രി വിശകലനം ചെയ്യും. അക്കാര്യത്തിൽ വിശദമായ ചർച്ച ഇന്നും നാളെ രാവിലെയും നടക്കും. നാളെ രാവിലെ 9:30 സന്നിധാനത്ത് നിന്ന് മന്ത്രി മലയിറങ്ങും എന്നതാണ് അറിയുന്നത്. അതിനുശേഷം പമ്പയിലായിരിക്കും വിശദമായ ചർച്ചകൾ നടക്കുന്നത്. വിവിധ വകുപ്പ് മേധാവിമാർ എല്ലാം തന്നെ നാളെ 10:30 പമ്പയിലെത്തും. ഇനി വരുന്ന മണ്ഡല മകരവിളക്കുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിൽ സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ, ഒപ്പം കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളായിരിക്കും നാളത്തെ യോഗത്തിൽ ചർച്ചയാകുന്നത്. ഈ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തന്നെ മന്ത്രി പ്രതികരണത്തിന് തയ്യാറായിരുന്നില്ല. എന്തായാലും മന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ വിശദമായ ചർച്ചകൾ ശബരിമല തിരക്കുമായി ബന്ധപ്പെട്ട് നടക്കും. വിജയകുമാർ. പമ്പയിലാണ് നാളെ അവലോകന യോഗമുള്ളത്. ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിച്ചെങ്കിലും ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് മന്ത്രിക്ക് ഇളവ് നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പമ്പയിൽ യോഗം ചേരുന്നത്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് സന്നിധാനത്ത്.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 1,64,427 നാമനിർദ്ദേശ പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത്. കൂടുതൽ സ്ഥാനാർത്ഥികൾ മലപ്പുറത്തും കുറവ് വയനാട്ടിലുമാണ്. നാളെ സൂക്ഷ്മ പരിശോധന നടക്കും. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കും. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാനിച്ചു. തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് കൂടുതൽ പേർ നോമിനേഷൻ നൽകിയത്. ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകളിലാണ് കുറവ് നാമനിർദ്ദേശ പത്രികകൾ ലഭിച്ചത്. നേരിട്ടും നിർദ്ദേശകൻ വഴിയുമെല്ലാം സമർപ്പിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക റിട്ടേണിംഗ് ഓഫീസർ പ്രസിദ്ധീകരിക്കും. തിങ്കളാഴ്ചയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. തുടർന്ന് റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലും ബന്ധപ്പെട്ട പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, നഗരസഭാ ഓഫീസുകളുടെ മുന്നിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക പരസ്യപ്പെടുത്തും. ഡമ്മി സ്ഥാനാർത്ഥികൾ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞാൽ തിങ്കളാഴ്ചയ്ക്ക് മുൻപ് നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കും. വിമതന്മാരെ പിൻവലിപ്പിക്കുന്നതിനുള്ള തീവ്ര ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവരാകട്ടെ പ്രചാരണം കൊഴുപ്പിക്കാനുള്ള തിരക്കിലുമാണ്. 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയാകുമ്പോഴും മുന്നണികളെ ആശങ്കയിലാക്കി വിമതരും വ്യാജ പ്രചാരണവും. കാസർഗോഡ് പടന്നയിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ യൂത്ത് ലീഗ് പ്രവർത്തകർ തെരുവിലിറങ്ങി. റാന്നി പഞ്ചായത്ത് 20-ാം വാർഡിൽ ബിന്ദു അമ്മിണി മത്സരിക്കുന്നതായി സമൂഹമാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം നടക്കുന്നതായി CPIM പരാതി നൽകി. ഇത് സംബന്ധിച്ച് CPIM ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം കളക്ടർക്ക് പരാതി നൽകി. പത്തനംതിട്ട നഗരസഭയിൽ UDF-നെ പ്രതിസന്ധിയിലാക്കി വിമത സ്ഥാനാർത്ഥി രംഗത്തെത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ ജനറൽ സീറ്റ് കോൺഗ്രസിന് വിട്ടുനൽകിയതിൽ പ്രതിഷേധിച്ച് MSF ജില്ലാ സെക്രട്ടറി തൗഫീഖ് M കൊച്ചുപറമ്പിൽ കുലശേഖരപതി വാർഡിൽ മത്സരിക്കും. കാസർഗോഡ് പടന്നയിൽ മുസ്ലിം ലീഗ് ശക്തി കേന്ദ്രങ്ങളിൽ കോൺഗ്രസിന് സീറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് വിമത സ്ഥാനാർത്ഥികളെ നിർത്തി. കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി കൂട്ടത്തോടെ രാജിവെച്ചിരുന്നു. തൃശൂർ പുത്തംചിറയിൽ 2020 സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാത്തതിനെ തുടർന്ന് സ്ഥാനാർത്ഥി പൊട്ടിക്കരഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അനുകൂല ഉത്തരവുണ്ടായിട്ടും ഫലമുണ്ടായില്ലെന്നാണ് 2020 ആരോപണം. ന്യൂസ് ഡെസ്ക് 24. വയനാട്ടിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളിവയൽ വിമതൻ സീറ്റ് ലഭിക്കാതെ വന്നതോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പാർട്ടി തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ജഷീർ പള്ളിവയൽ പിന്നീട് പറഞ്ഞു. വയനാട്ടിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത രംഗത്തെത്തി. കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കുമുള്ള പട്ടിക പുറത്തുവന്നതോടെ അതൃപ്തി പ്രകടമാക്കുകയാണ് സമസ്ത. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ മതേതര കോൺഗ്രസ് 2ാം തരം പൌരന്മാരാക്കിയെന്ന് സമസ്ത നേതാക്കൾ പ്രതികരിച്ചു. 4 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 50-ലേറെ സീറ്റുകളിൽ പരിഗണിച്ചത് 2 മുസ്ലിം വിഭാഗത്തിലുള്ളവരെ മാത്രമാണ് എന്നതാണ് വിമർശനം. ചെറുപ്പക്കാരായ പലരെയും തഴയുകയോ ഇകഴ്ത്തുകയോ ചെയ്തുകൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണയമാണ് ഈ വർഷത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് തോമാട്ടുചാൽ ഡിവിഷനിലേക്ക് കോൺഗ്രസ് പരിഗണിക്കാത്ത സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളിവയൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പാർട്ടി തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ജഷീർ പറഞ്ഞു. പാർട്ടിക്കകത്തു നിന്ന് 1-2 ആളുകളുടെ താൽപര്യങ്ങൾക്കനുസൃതമായി നാട്ടിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നു എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നോമിനേഷൻ സമർപ്പിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ നിന്ന് ഇന്നും രാജിയുണ്ടായി. സേവാദൾ വനിതാ വിഭാഗം ജില്ലാ അധ്യക്ഷ റീത്ത സ്റ്റാൻലി പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. പനമരം ബ്ലോക്ക് പഞ്ചായത്ത് നടവയൽ ഡിവിഷൻ ജനതാദൾ സെക്യുലർ സ്ഥാനാർത്ഥിയാകും. 24 വയനാട്. ബീഹാറിൽ BJPക്ക് വഴങ്ങി നിതീഷ് കുമാർ. 2 പതിറ്റാണ്ടുകാലം കൈവശം വച്ചിരുന്ന ആഭ്യന്തര വകുപ്പ് BJPക്ക് നൽകി. ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൗധരിയാണ് പുതിയ ആഭ്യന്തരമന്ത്രി. മന്ത്രിസഭാ രൂപീകരണത്തിന്റെ തുടക്കം മുതൽ JDU-വും BJP-യും ഒരേപോലെ അവകാശവാദം ഉന്നയിച്ച ആഭ്യന്തര വകുപ്പാണ് ഒടുവിൽ നിതീഷ് കുമാർ BJPക്ക് വിട്ടു നൽകിയത്. നിതീഷ് കുമാറും സാമ്രാട്ട് ചൗധരിയും തമ്മിൽ 30 മിനിറ്റോളം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് നിർണായക തീരുമാനം. 2005 മുതൽ കഴിഞ്ഞ 20 വർഷക്കാലമായി നിതീഷ് കൈവശം വച്ചിരുന്ന വകുപ്പായിരുന്നു ആഭ്യന്തരം. സഖ്യത്തിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായതിനാൽ ആഭ്യന്തരം വിട്ടുനൽകണമെന്നായിരുന്നു BJP-യുടെ ആവശ്യം. ഉപമുഖ്യമന്ത്രിയായ വിജയ് കുമാർ സിൻഹയ്ക്ക് ഭൂപരിഷ്കരണ വകുപ്പും റവന്യൂവും നൽകി. മംഗൾ പാണ്ഡെ ആരോഗ്യ നിയമ വകുപ്പുകളുടെ ചുമതല വഹിക്കും.
ദിലീപ് ജയ്സ്വാളിനെ വ്യവസായ മന്ത്രിയായി നിയമിച്ചു. ഓരോ മന്ത്രിമാർക്കും നൽകിയിരിക്കുന്ന വകുപ്പുകളുടെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഗവർണർക്ക് കൈമാറി. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.